ഇത് നമുക്കൊരു നാടൻ കറി ഉണ്ടാക്കാം. ഇത് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ കറിയിലേക്ക് നമ്മൾ സവോള കുറച്ച് കൂടുതൽ ചേർക്കും. സവോളയ്ക്ക് പകരം ചുവന്നുള്ളി വേണമെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളിയും ചേർക്കാം. പിന്നെ കറിയിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയും ചേർക്കും, വാളംപുളിയും ചേർക്കും. പിന്നെ പുളിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ചെറിയ കഷ്ണം ശർക്കരയും ചേർക്കുന്നുണ്ട്. പിന്നെ ഈ കറി നമ്മളിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം വരെ പുറത്ത് വെച്ചിരുന്നാലും ഈ കറി കേടാവാണ്ടിരിക്കും. കാരണം ഈ കറിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇതേപോലെ മല്ലിപ്പൊടി ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന കറികൾ പെട്ടെന്ന് കേടുവരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ കുടംപുളി ഇട്ടിട്ട് വെക്കുന്ന മീൻ കറിയിൽ സാധാരണ ഈ മല്ലിപ്പൊടി ചേർക്കാണ്ടാണ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ തേങ്ങാപ്പാൽ ചേർക്കാണ്ടിരിക്കുന്ന കറികളായിരുന്നാലും പെട്ടെന്ന് കേടുവരില്ല. ഈ കുടംപുളി ഇട്ടിട്ട് മീൻകറി വെക്കുന്ന ഈ കറി മല്ലിപ്പൊടി ചേർക്കാത്ത കറി, ആ കറി ആയിരുന്നാലും നമ്മളിപ്പോൾ 2-3 ദിവസം പുറത്ത് വെച്ചിരുന്നാലും ആ കറി കേടുവരാണ്ടിരിക്കും. പിന്നെ ഈ കറി നമ്മുടെ ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയിടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് തന്നെ റെഡിയാക്കാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 സവോള, ഞാനിവിടെ ഒരു മീഡിയം ടൈപ്പ് 4 സവോളയാണ് എടുത്തേക്കുന്നത്. സവോള നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. പിന്നെ പച്ചമുളക് ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ ടൈപ്പ് പച്ചമുളക് 3 എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പച്ചമുളക് നിങ്ങളുടെ കറിയുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ തക്കാളി വേണം. ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ ടൈപ്പ് തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 തക്കാളി എടുക്കുക. പിന്നെ വാളംപുളി വേണം. വാളംപുളി ആയിരുന്നാലും ഞാനിവിടെ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ വാളംപുളി അതിന് ചേർക്കണതിന് കറക്റ്റായിട്ടൊരു അളവില്ല, നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ചില വാളംപുളിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ വാളംപുളി ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് പിഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഇട്ട് വെക്കും. അപ്പോൾ ഈ പുളി നല്ല സോഫ്റ്റായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് പിഴിഞ്ഞെടുക്കും. പിന്നെ ശർക്കര വേണം. ശർക്കരയും നമ്മുടെ കറിയുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ കറിയിലേക്ക് ചേർക്കുമ്പോൾ ശർക്കരയൊക്കെ എന്തോരം ഞാൻ ചേർത്തേന്നുള്ളത് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ഒരു ചെറിയ കഷ്ണം ചേർക്കുക. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടി ശർക്കര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കുക. കുടംപുളി ആയിരുന്നാലും അങ്ങനെ തന്നെ. പിന്നെ കായത്തിൻ്റെ പൊടിയായിരുന്നാലും അതും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുക. അപ്പോൾ ഞാൻ ഈ കായത്തിൻ്റെ പൊടിയും ഞാൻ ആ കറിയിലേക്ക് ചേർക്കുമ്പോൾ എന്തോരാണ് ചേർക്കണമെന്നുള്ളത് പറയാം. പിന്നെ ഉലുവ വേണം. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. മല്ലിപ്പൊടി ചേർക്കണില്ല. പിന്നെ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കണം. എല്ലാ മസാലപ്പൊടികളും പിന്നെ ഈ ഉലുവയും ഇതെല്ലാവരും ഞാൻ കറിയിലേക്ക് ചേർക്കുമ്പോൾ ആ ചേർക്കണ സമയത്ത് ഓരോന്നിൻ്റെ അളവ് പറയാം. പിന്നെ ഇതിലേക്ക് കടുകും വേണം. ഈ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ കറി നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ഉണ്ടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഈ കറിയിലേക്ക് നമ്മൾ ഓയിൽ കുറച്ച് കൂടുതൽ ചേർക്കണം. കാരണം ഈ കറിയിലേക്ക് സവോള കുറച്ച് കൂടുതൽ ചേർക്കണുണ്ടല്ലോ. അപ്പോൾ സവോള എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണമല്ലോ. അപ്പം അതനുസരിച്ചിട്ടുള്ള ഓയിൽ വേണം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. ഈ കടുക് ഒന്നങ്ങോട്ട് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഉലുവ ചേർക്കുക. ഉലുവ ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ളു ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ ഒരുപാട് ചേർക്കണ്ട. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒരു കൈപ്പരസം വരും. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ളു ഉലുവ ചേർക്കുന്നുണ്ട്. 2 നുള്ളു ഉലുവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 14 ഉലുവ ഉണ്ടാവും. തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. ഈ ഉലുവ ചേർത്ത് കഴിയുമ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഉലുവ പൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. കടുകും പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കുക. ഉലുവ ഒന്ന് കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഈ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇത് നന്നായിട്ട് കൂട്ടി വയ്ക്കുക. സവോള നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇപ്പോൾ സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. സവോള വഴറ്റിയെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുക. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കുക.
മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ട് ആ മഞ്ഞളിൻ്റെ പച്ച ടേസ്റ്റ് മാറണം. അപ്പം മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ മുളകിൻ്റെ പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മുളകിൻ്റെ പൊടിക്ക് നല്ല എരിവുണ്ടാവും, ചില മുളകിൻ്റെ പൊടിക്ക് എരിവ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ എന്തോരം മുളകിൻ്റെ പൊടിയാണ് വേണ്ടതെന്നുള്ളത്. ഈ മുളകിൻ്റെ പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. അപ്പോൾ മുളകിൻ്റെ പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞ് വെച്ചേക്കണ വെള്ളം ചേർക്കാം. ഈ തക്കാളി സെപ്പറേറ്റ് വേവിച്ച് നന്നായിട്ട് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇതിൻ്റെ ഒപ്പം തന്നെ വാളംപുളി ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. വാളംപുളിയുടെ വെള്ളം ചേർക്കാം. ഞാനിവിടെ വാളംപുളിയുടെ വെള്ളം കുറച്ച് ലൂസായിട്ടാണ് പിഴിഞ്ഞിട്ട് എടുത്തത്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്കത് കണ്ടപ്പോൾ ഒരുപാട് പോലെ തോന്നിയത്. ഈ കറിയിലേക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമല്ലോ. ഈ കറി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ കറിയിലേക്ക് ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഒരു ഏകദേശ കണക്കിന് വെള്ളം ചേർക്കുക. കാരണം കറി ഒരുപാട് അങ്ങനെ ഭയങ്കര വെള്ളം പോലെ ഇരിക്കണ്ട, എന്നാൽ ഒരുപാട് ഭയങ്കരമായിട്ട് തിക്കായിട്ട് വരേ വേണ്ട. ഈ കറിയിലേക്ക് ഞാനിവിടെ ഇതേപോലത്തെ ഒരു കഷ്ണം ശർക്കരയാണ് ചേർക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഇത്രയ്ക്ക് ചേർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കറി നന്നായിട്ട് തിളച്ച് ഒന്ന് റെഡി ആവാറാവുമ്പോൾ ഞാൻ ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇനിയിപ്പോൾ ശർക്കര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ശർക്കര ചേർക്കും. ഇനിയിപ്പോൾ നമുക്ക് തോന്നാണ് കറിക്ക് കുറച്ചും കൂടി പുളി വേണമെന്ന് തോന്നുകയാണെങ്കിൽ കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി പുളിയുടെ വെള്ളം ചേർക്കാം. കായത്തിൻ്റെ പൊടി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചേർക്കാം. അപ്പോൾ ഈ കറി നമുക്ക് മൂടി വയ്ക്കാം. കറി നന്നായിട്ടൊന്ന് തിളച്ച് ആ തക്കാളിയും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് ഉടഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടും കുറച്ച് കറിവേപ്പില ചേർക്കുക. പിന്നെ നമ്മൾ ആ സവോളയ്ക്കും വഴറ്റിയിട്ട് എടുത്തില്ലേ, ആ സമയത്തും കുറച്ച് കറിവേപ്പില ചേർക്കാം. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ കറി തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ കറി ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറി ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ്. കാരണം ഈ തക്കാളിക്ക് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും. ഈ കറിയിലെ തക്കാളിക്ക് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു കറി ഒരു 7 മിനിറ്റിൻ്റെ അടുത്ത് നിങ്ങൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. കാരണം ഈ തക്കാളിക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. പിന്നെ കറി ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണം. ഇനി നിങ്ങൾ ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഈ കറിയിലേക്ക് ഇനിയിപ്പോൾ പുളി കുറവ് പോലെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാളംപുളിയുടെ വെള്ളം ചേർക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ശർക്കര കുറച്ചും കൂടി വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നാണ് കറിക്ക് എരിവ് കുറവ് പോലെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് അതനുസരിച്ചിട്ട് ഒരു 1 അല്ലെങ്കിൽ 2 ഒന്ന് കീറിയിടാം. ഇനി ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കണ്ട. കാരണം മുളകിൻ്റെ പൊടി ഇനി നമുക്കത് ഓയിലിട്ടിട്ട് മൂപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഈ കറിയിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാം. അപ്പോൾ ഇതാണ് ചേർക്കുന്നതിന് കറക്റ്റായിട്ടൊരു അളവില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഇതേപോലെ കുറച്ചൊന്ന് ചേർക്കാം. കാരണം എനിക്ക് കായത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ കായത്തിൻ്റെ പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. ഇപ്പോൾ കറിക്ക് ആ ശർക്കരയുടെ ചെറിയൊരു മധുരമുണ്ട്, വാളംപുളി ചേർത്തതിൻ്റെ നല്ലൊരു പുളിയുണ്ട്, കറിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറി ഒരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. നമ്മുടെ സവാള കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.